നമസ്കാരം. ഏഴാമത്തെ അധ്യായം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ. 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിനുശേഷമുള്ള ഇന്ത്യ ചരിത്രം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കുറച്ച് കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോ അതിലാദ്യം സ്വാതന്ത്ര്യ അനന്തരം നമുക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. വാട്ട് വെയർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഓർ വാട്ട് വെയർ ദ ചലഞ്ചസ് ഫേസ്ഡ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെ ആയിരുന്നു? അതാണ് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ചോദ്യം. അപ്പൊ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങളിൽ ഒന്നാമത്തേത് ഫ്ലോ ഓഫ് റെഫ്യൂജീസ് എന്നതാണ്. ഫ്ലോ ഓഫ് റെഫ്യൂജീസ് എന്താണ്? ഫ്ലോ ഓഫ് റെഫ്യൂജീസ് അതായത് അഭയാർത്ഥികളുടെ പ്രവാഹം. അഭയാർത്ഥികളുടെ പ്രവാഹം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതോടൊപ്പം ഒരു പുതിയ രാജ്യം കൂടി പിറവിയെടുത്തു. പാകിസ്ഥാൻ എന്ന് പേരുള്ള ഒരു പുതിയ രാജ്യം കൂടി പിറവിയെടുത്തു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട രാജ്യമായിരുന്നു പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ മറ്റു മതസ്ഥരായ ആളുകൾ ആ രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അതുപോലെ അതേ സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഇസ്ലാം മത വിശ്വാസികളായ ആളുകൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. ഇതാണ് ഫ്ലോ ഓഫ് റെഫ്യൂജീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് അഭയാർത്ഥികളുടെ പ്രവാഹമുണ്ടായി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതാണ്. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഡ്യൂറിംഗ് ദാറ്റ് ടൈം there was an influx of refugees from India to Pakistan and vice versa. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും തിരിച്ചും റെഫ്യൂജീസിന്റെ വലിയ ഒരു ഒഴുക്കുണ്ടായി. Along with this, communal riots broke out in various places. ഇതിനോടൊപ്പം തന്നെ, ഈ റെഫ്യൂജീസിന്റെ ഒഴുക്കിനോടൊപ്പം തന്നെ കമ്മ്യൂണൽ റയട്ടുകൾ ഉണ്ടായി. കമ്മ്യൂണൽ റയട്ട് എന്താണ്? വർഗീയ ലഹളകൾ. വർഗീയ ലഹളകൾ ഉണ്ടായി. എവിടെ? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും. കൽക്കത്ത, ബീഹാർ, നൗഖാലി, ഡൽഹി, പഞ്ചാബ്, കാശ്മീർ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ രക്തരൂക്ഷിതമായ ലഹളകൾ ഉണ്ടായി. വർഗീയ ലഹളകൾ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വർഗീയ ലഹളകൾ ഉണ്ടായി. Thousands of people were killed and women were attacked. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. As a result, different sections of people lost all their belongings and became refugees. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ സർവ്വ സമ്പാദ്യവും നഷ്ടപ്പെട്ട് റെഫ്യൂജീസ് ആയി മാറി, അഭയാർത്ഥികളായി മാറി. അങ്ങനെ അറൌണ്ട് 10 million people traveled as refugees on foot, trains and bullock carts. അങ്ങനെ 10 മില്യണോളം ആൾക്കാർ റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു. കാൽനടയായി സഞ്ചരിച്ചവരുണ്ട്, തീവണ്ടികളിൽ വന്നവരുണ്ട്, കാളവണ്ടികളിൽ വന്നവരുണ്ട്. ഇങ്ങനെ പല തരത്തിൽ അവരിവിടെ എത്തി. അപ്പോൾ ഇങ്ങനെ വന്ന റെഫ്യൂജീസിനെ എല്ലാം ഇവിടെ താമസിപ്പിക്കുക, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ വലിയൊരു ചലഞ്ച് ആയിരുന്നു. ദ റീഹാബിലിറ്റേഷൻ എഫേർട്സ് and affirmative actions of the government solved the problems. എന്തായാലും ഗവൺമെന്റ് വലിയ രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ചലഞ്ചസിൽ ഒന്നാമത്തേത് റെഫ്യൂജീസിന്റെ പ്രോബ്ലം ആണ് എന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തേത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആണ്. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. പ്രിൻസിലി സ്റ്റേറ്റ്, നാട്ടുരാജ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. അതായത് there were around 600 princely states in pre-independent India.
പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ ഏകദേശം 600 അതിലധികമോ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് 600-ലധികം നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു ജോഗ്രഫിക്കലി. ഈ പ്രിൻസിലി സ്റ്റേറ്റുകളെ എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കുന്നത്. ബ്രിട്ടൻ ഗേവ് ദീസ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ദ ഓപ്ഷൻ ടു ജോയിൻ ഏതർ ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഓർ ടു ബി ഇൻഡിപെൻഡന്റ്. ബ്രിട്ടൻ ഇവർക്ക് മുന്നിൽ 3 ഓപ്ഷൻസ് ആണ് കൊടുത്തത്. ഒന്നുകിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ പുതുതായി രൂപീകരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ചേരാം, മൂന്നാമത് നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാം. ഇങ്ങനെ 3 ചോയ്സ് കൊടുത്തു. Integration of these princely states in the Indian Union was another challenge before the new nation. അങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കുക എന്നതായിരുന്നു നമ്മുടെ രാജ്യം നേരിട്ട അടുത്ത ചലഞ്ച്, അടുത്ത വെല്ലുവിളി. The integration was really a Herculean task and Sardar Vallabhbhai Patel was the union minister entrusted with this mission. ഈ നാട്ടുരാജ്യങ്ങളെ മുഴുവനും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്കാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടത് അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്ന, ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിലാണ്. He appointed VP Menon, a Keralite, as Secretary of Department of States. Patel and VP Menon prepared an instrument of accession which is stipulated that the princely states had to transfer their control over defense, external affairs and information and communication to the government of India. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേൽ മലയാളിയായ VP മേനോന്റെ കൂടി സഹായത്തോടു കൂടി ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ തയ്യാറാക്കി, ഒരു ലയന കരാർ ഉണ്ടാക്കി. ആ ലയന കരാർ അനുസരിച്ച്, അല്ലെങ്കിൽ ലയന കരാർ നാട്ടുരാജ്യങ്ങളെ കൊണ്ട് ഒപ്പുവെപ്പിക്കുന്നു. അങ്ങനെ ഒപ്പുവെച്ച നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നു. അപ്പോ ആ ലയന കരാറിൽ പറഞ്ഞിരുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ, അതായത് ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നാട്ടുരാജ്യങ്ങളുടെ ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇത്തരത്തിലുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെന്റിന് അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ അതിനുള്ള ചുമതല, ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെന്റിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുകയും അതടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്തു. പക്ഷേ but some states such as ഹൈദരാബാദ്, കാശ്മീർ, ജുനഗർ resented. ചില നാട്ടുരാജ്യങ്ങൾ, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് പോലെയുള്ള ചില നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. അവരെയൊക്കെ പിന്നീട് മിലിറ്ററി ആക്ഷൻസിലൂടെ, സൈനിക നടപടികളിലൂടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോ എന്തായാലും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തരം ഫേസ് ചെയ്ത രണ്ടാമത്തെ ചലഞ്ച്, വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ആയിരുന്നു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ആയിരുന്നു. ഇനി അതോടൊപ്പം ബോക്സിനകത്ത് ഇവിടെ ഒരു പ്രധാന കാര്യം തന്നിട്ടുണ്ട്, ഇത് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ യൂറോപ്പുകാരന്മാര് പോർച്ചുഗീസുകാരാണ്, 1498 വന്നു. അവസാനമായി ഇന്ത്യയിൽ നിന്ന് പോയ യൂറോപ്പുകാരന്മാരും പോർച്ചുഗീസുകാരാണ്. 1961 അവർ മടങ്ങിപ്പോകുന്നത്. അതിനു മുമ്പ് തന്നെ 1954 ഫ്രാൻസ് ഇവിടെ നിന്ന് പോകുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇതൊക്കെയാണ്. ഇനി അത് കഴിഞ്ഞാല് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ എന്ന ഭാഗമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കണം. ആ ഭരണഘടന തയ്യാറാക്കലും, നമ്മള് ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജനാധിപത്യം പൂർണ്ണമായ അർത്ഥത്തിൽ സ്ഥാപിക്കപ്പെടുന്നതിന് തിരഞ്ഞെടുപ്പ് നടത്തണം. ഈ 2 കാര്യങ്ങളുമാണ് അടുത്തത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ നേഷൻ മേക്കിംഗ്. നമ്മുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ അടിത്തറയാണ് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത്. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ് മിഷൻ, എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946 under the chairmanship of Dr. Rajendra Prasad. 1946 ക്യാബിനറ്റ് മിഷൻ ശുപാർശകൾ പ്രകാരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഒരു
കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്തു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്തത് ആരുടെ നേതൃത്വത്തിലാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റേത്. വർഷം 1946. അത് ക്യാബിനറ്റ് മിഷനിലാണ് ഇങ്ങനെ ഒരു ശുപാർശ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്നതാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട് ഓൺ 26 ജാനുവരി 1950. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നു. അതനുസരിച്ച് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞാൽ അനദർ ചലഞ്ച് ഇന്ത്യ കൺഫ്രണ്ടഡ് വാസ് ഫോർമേഷൻ ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. അപ്പോ ഭരണഘടന ഉണ്ടായി. ഇനി അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഡെമോക്രസി കൊണ്ടുവരിക, ജനാധിപത്യം കൊണ്ടുവരിക എന്നതാണ്. The first general election in line with the constitution was held in 1951-52. അങ്ങനെ ഭരണഘടന അനുസൃതമായ രീതിയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 വർഷങ്ങളിലാണ്. അപ്പോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. ദിസ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ വാസ് എ സക്സസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. സ്വതന്ത്രവും നീതിപൂർവകവുമായ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്, അല്ലെങ്കിൽ ഒരു പ്രധാന സംഭവമാണ് എന്നർത്ഥം. When many Asian and African countries which became free along with India have deviated from democracy, our democratic system still remaining strong. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ നിരവധി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ജനാധിപത്യം കാലിടറി വീണപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്നും ജനാധിപത്യം വളരെ ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ. അടുത്തതിലേക്ക് പോകുന്നു. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനർനിർണയം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയം എന്നതാണ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ മലയാളം സംസാരിക്കുന്നവർക്ക് കേരളം, തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്ക് തമിഴ്നാട്, കന്നഡ സംസാരിക്കുന്നവർക്ക് കർണാടക, ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നു, അതല്ലെങ്കിൽ പ്രവിശ്യകളായൊക്കെയാണ് ഭരണം നടത്തിയിരുന്നത്. എന്ത് തന്നെ ആയാലും 1920 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാഗപ്പൂരിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിലാണ് ഈ ലാംഗ്വേജ് ബേസിസ് സ്റ്റേറ്റുകൾ ഫോം ചെയ്യണമെന്നൊരു ചിന്ത ആദ്യമായിട്ടുണ്ടാവുന്നത്. പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഈ ചിന്ത ശക്തി പ്രാപിച്ചു. അതിനുവേണ്ടി ശക്തമായ ഒരു സമരം നടത്തിയത് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അദ്ദേഹം തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 58 ദിവസം നിരാഹാര സമരം നടത്തുന്നു. ഈ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണം വരിച്ചു. അങ്ങനെ അത് വലിയൊരു വിഷയമായി ഇന്ത്യയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ഈ ആവശ്യം പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുവാൻ നിർബന്ധിതരാകുന്നു. അപ്പോ പോറ്റി ശ്രീരാമലു, എ ഫ്രീഡം ഫൈറ്റർ, സ്റ്റാർട്ടഡ് സത്യാഗ്രഹ ഫോർ ദ ഫോർമേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് ഫോർ തെലുങ്കു സ്പീക്കിംഗ് പീപ്പിൾ. തെലുങ്കു സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണം. ആ സംസ്ഥാനത്തിന് ആന്ധ്രാപ്രദേശ് എന്ന് പേര് പറയുന്നു. അങ്ങനെ ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി 58 ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നിരാഹാര സമരം നടത്തുകയും അദ്ദേഹം ജീവത്യാഗം ചെയ്യുകയും ചെയ്തു. ഫോളോയിങ് ദിസ്, in 1953 the government of India formed the state of Andhra Pradesh for Telugu speaking people. അങ്ങനെ 1953 ആകുമ്പോഴേക്കും തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം രൂപീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധിതരാകുന്നു. The government of India formed a commission to reorganize Indian states on the basis of language with Faisal Ali as chairman and H.N. Kunsro and K.M. Panikkar, a Keralite, as a member. അങ്ങനെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ നിയമിക്കുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിക്കുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അതിലെ 2 അംഗങ്ങൾ, ഒരാൾ H.N. കുൻസ്രു, മറ്റൊരാളെ K.M. പണിക്കർ. K.M. പണിക്കർ മലയാളിയാണ്. അങ്ങനെ ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അവരുടെ പഠനം നടത്തുകയും 1956 അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില്
നമ്മുടെ പാർലമെന്റ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കുന്നു 1956. അക്കോർഡിംഗ് ടു ദിസ് 14 states and 6 union territories came to effect. അതിന്റെ അടിസ്ഥാനത്തില് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു. അതിനുശേഷം പലതവണ സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്തത് പ്രോഗ്രസ് ഇൻ എക്കോണമിക് സെക്ടർ ആണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോ നമുക്ക് ഏത് തരത്തിലുള്ള ഒരു എക്കോണമിയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. 2 തരത്തിലുള്ള എക്കോണമിക് സിസ്റ്റംസ് ആണ് ലോകത്ത് നിലനിൽക്കുന്നത്. അതിൽ ഒരെണ്ണം ക്യാപിറ്റലിസം, മറ്റൊന്ന് സോഷ്യലിസം. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോഴത്തേക്ക് മുതലാളിമാർക്ക് പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റം ഓഫ് എക്കോണമിക്കാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുക, മുതലാളിത്ത വ്യവസ്ഥിതി എന്ന് പറയുക. അതേ സമയത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരമില്ലാതെ സ്റ്റേറ്റ് തന്നെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, എല്ലാം സ്റ്റേറ്റ് ഓണർഷിപ്പിലാണ് പോകുന്നതെങ്കിൽ അതിനെ സോഷ്യലിസം എന്ന് പറയാം. ഇങ്ങനെ 2 തരത്തിലുള്ള എക്കോണമിക് സിസ്റ്റംസ് ആണ് ലോകത്തുള്ളത്. ഇത് രണ്ടും വിജയിച്ച, അല്ലെങ്കിൽ 2 സിസ്റ്റവും ഫോളോ ചെയ്ത് വിജയിച്ച രാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഇങ്ങനെ 2 എക്കോണമിക് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇത് ഏത് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ നമ്മുടെ എക്കോണമിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഒടുവിൽ നമ്മൾ ചർച്ചകളിലൂടെ 2 മാർഗങ്ങളിലെയും നല്ല വശങ്ങൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യ പുതിയ ഒരു രീതി ഫോളോ ചെയ്തു. അതിന് മിക്സഡ് എക്കോണമി എന്നാണ് പറയുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയാം. അങ്ങനെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്തു. കാരണം ഇന്ത്യയില് ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുവാനുള്ള അവസരം ഇന്ത്യയിലുണ്ട്. ഇതിനെയാണ് നമ്മൾ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. എന്തായാലും അതിനുശേഷമുള്ളത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചുള്ളതാണ്. ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ or PCI was formed under the chairmanship of Jawaharlal Nehru in 1950. നമ്മുടെ രാജ്യത്തിന്റെ ആസൂത്രണത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തിക ആസൂത്രണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നു 1950. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞു. അതനുസരിച്ച് പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രധാനമന്ത്രി തന്നെയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. The Planning Commission adopted the 5-year plans aiming the economic growth of the nation. അങ്ങനെ രാജ്യം പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. 5-year plans. 5-year plans എന്ന് പറഞ്ഞാല് 5 വർഷം കൊണ്ട് ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെയാണ് 5-year plans എന്ന് അർത്ഥമാക്കുന്നത്. സോവിയറ്റ് യൂണിയനിലാണ് ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് വന്നത്. The 5-year plans started in 1951 helped India to ahead with the process of development. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ മാർഗത്തിൽ ആ പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നത് 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നതോടെയാണ്. They also helped elevate property, flourish agriculture and industrial sectors, improve education and generate new energy sources. ഇതൊക്കെ ഉണ്ടാകുന്നതിനും നമ്മുടെ 5-year plans കാരണമായിട്ടുണ്ട്. പിന്നെ ചില 5-year പ്ലാൻസിനെ കുറിച്ചും, അല്ലെങ്കിൽ ചില പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചും, ആ പഞ്ചവത്സര പദ്ധതി കാലഘട്ടങ്ങളിൽ ഉണ്ടായ പുരോഗതികളെ കുറിച്ചുമാണ് അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്.